നമസ്കാരം. കാർഗിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയായ സെൻസെക്സ് 4% ഇടിഞ്ഞത്. എന്നാൽ ഇന്ത്യ യുദ്ധം ജയിച്ചതോടെ സ്റ്റോക്ക് മാർക്കറ്റും ഉയർന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 60% വളർന്ന് സെൻസെക്സ് റെക്കോർഡിടുകയും ചെയ്തു. അതുപോലെ ഒരു സാഹചര്യമാണ് ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടാക്കിയത്. ഇന്ത്യ ഓഹരി വിപണി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുതിക്കുകയാണ്. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് ഓഹരി വിപണി താഴോട്ടേക്കാണ് പോകുന്നത്. എന്നാൽ ഇന്ത്യൻ വിപണിയാകട്ടെ 1.5% നേട്ടത്തിലുമാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്നത് ഇന്നലെയും ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലായിരുന്നു. ചെറിയ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ച വിപണി അധികം താമസിയാതെ കരകയറി. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം 421 ലക്ഷം കോടിയിൽ നിന്ന് 423 ലക്ഷം കോടിയായി മാറി. അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും വിദേശ നിക്ഷേപകർ ഇന്നും കൂട്ടത്തോടെ വാങ്ങലുകാരായി മാറി. UK-യുമായി സ്വാതന്ത്ര്യ വ്യാപാര കരാറിൽ ഇന്ത്യ എത്തിയതും വിപണിക്ക് ഊർജം പകർന്നു. ചൈന നിരക്ക് കുറയ്ക്കുന്നത്, US ഫെഡിന്റെ ബോണ്ട് വാങ്ങൽ നടപടി തുടങ്ങിയവരും ഇന്ത്യക്ക് തുണയായി മാറി. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കൂടി തകർന്നിരിക്കുകയാണ് എന്നും ഇന്ത്യയുടെ സൈനിക ഓപ്പറേഷൻ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞതോടെ തന്നെ പാകിസ്ഥാന്റെ ധനപ്രതിസന്ധി രൂക്ഷമാവുകയാണ്. പിന്നാലെ പാക് ധനകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര കൂടിക്കാഴ്ച കൂടി നടക്കുന്നു. വിശദീകരണം ഇറക്കിയെങ്കിലും വിപണിയിലെ നഷ്ടം പിടിച്ചു നിർത്താനാവുന്നില്ല. അതിനിടയിൽ താത്കാലികമായി തന്നെ വ്യാപാരം നിർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ പ്രത്യാക്രമണത്തിന് പിന്നാലെ 6500 പോയിന്റുകളാണ് കറാച്ചി ഓഹരി സൂചിക്ക്, അതായത് KSE നഷ്ടമായത്. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണിത്. നിക്ഷേപകർ കൂട്ടത്തോടെ വിറ്റൊഴിഞ്ഞു. പല സെക്ടറുകളിലും പരിഭ്രാന്തി വിൽപ്പനകളൊക്കെ തന്നെയും പ്രകടമായി കാണുന്നു. അതായത് പാനിക് സെല്ലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇന്ത്യയുമായുള്ള സംഘർഷം തുടർന്നാൽ പാകിസ്ഥാനിൽ വിദേശ നിക്ഷേപകർ പണം ഇറക്കാൻ മടിക്കുമെന്ന് വിവിധ റേറ്റിംഗ് ഏജൻസികൾ തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ പാകിസ്ഥാന് തിരിച്ചടിയാവുന്ന നീക്കമാണിത്. $131 ബില്യൺ ആണിത്. പാകിസ്ഥാന്റെ വിദേശ കടം ഇതാണ്. കഴിഞ്ഞ 2 വർഷമായി ലോകബാങ്ക് നൽകുന്ന സഹായത്തിലാണ് ഈ വായ്പയുടെ തിരിച്ചടവുള്ളത്. ഇപ്പോൾ യുദ്ധ സാഹചര്യം വന്നതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ കാലുമാറുന്നത് ആത്യന്തികമായി തന്നെ ബാധിക്കുക പാകിസ്ഥാനെ തന്നെയാണ്. അതേസമയം നേരത്തെ തന്നെ പാപ്പരായ പാകിസ്ഥാനിൽ യുദ്ധ സാഹചര്യം വന്നതോടെ വിലക്കയറ്റവും അതിന്റെ മൂർധന്യത്തിലേക്കെത്തി. സമീപ വർഷങ്ങളിൽ വരൾച്ചയും വെള്ളപ്പൊക്കവും തുടർച്ചയായി പാകിസ്ഥാൻ നേരിടേണ്ടി വന്നിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്പാദനം വലിയ തോതിൽ തന്നെ ഇടിയാൻ ഇതൊരു വഴിയൊരുക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വില വലിയ തോതിൽ ഉയർന്നിരുന്നു. 1 കിലോ കോഴിയിറച്ചിക്ക് ഒരു മാസം മുൻപ് ഇസ്ലാമാബാദിലെ വില 900 രൂപയായിരുന്നു. ഇപ്പോൾ 1200 രൂപ വരെയാണ് എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. പാലിന് 180 രൂപ വരെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറാച്ചിയിലും പാകിസ്ഥാനിലുമൊക്കെ സംഭവിക്കുന്നത് വളരെയധികം നിർണായകമായ ഒരു സംഭവമാണെന്ന് വ്യക്തമാക്കിയേ മതിയാകൂ.